കല്ലാർ സ്കൂളിന്റെ ഇടിഞ്ഞു വീണ സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ചത് ഇടിഞ്ഞു വീണ കല്ലുകൾ വെറുതെ പിറക്കി വെച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടതായി ആക്ഷേപം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. ഇടിഞ്ഞു വീണ കല്ലുകൾ പിറക്കി വെച്ച് സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ചെറിയ മഴയ്ക്ക് പോലും ഇത് ഇടിഞ്ഞു വീഴാനാണ് സാധ്യത. കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈസ്കൂൾ വിഭാഗം കഞ്ഞിപ്പുരയുടെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയുടെ കൽക്കട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇടിഞ്ഞു വീണത്. നിർമ്മാണത്തിലെ പിഴവാണ് കെട്ടിടിയാൻ കാരണം. ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ ധൃതി പൂണ്ട് പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഒരു മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ ഭിത്തിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇടിഞ്ഞു വീണത്. ചെറിയ കല്ലുകൾ ഇട്ട് കെട്ടിയതും ആവശ്യമായ കല്ലും മണ്ണും ഇട്ട് ഫില്ല് ചെയ്യാത്തതുമാണ് ഭിത്തി തകരാൻ കാരണമെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കഞ്ഞിപ്പുരയ്ക്ക് പിന്നിലും വെറ്റിനറി ആശുപത്രിക്ക് മുൻവശത്തുമായാണ് മതിൽ കെട്ടിയത്. ചുവട്ടിലെ കൽക്കെട്ടിടിഞ്ഞതോടെ മതിൽ ഇടിഞ്ഞു വീഴുമോ എന്ന ഭയത്തിലാണ് രക്ഷിതാക്കളും അധ്യാപകരും. താഴെ ബെൽറ്റ് വാർത്തിട്ടുള്ളതിന്റെ മുകളിലാണ് മതിൽ നിൽക്കുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിച്ചില്ലെങ്കിൽ അപകട സാധ്യത ഏറെയാണ്. കൽക്കെട്ടിന് മണ്ണിട്ട് ശരിയാവണ്ണം ഫില്ല് ചെയ്യാത്തതിനാൽ മഴവെള്ളം ഇറങ്ങിയാണ് കെട്ട് ഇടിഞ്ഞത്. പുനർനിർമ്മിച്ചത് ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് ചില രാഷ്ട്രീയ നീക്കങ്ങളാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്.